മന്ത്രി പി രാജീവുമായി സംസാരിച്ചതൊന്ന് കണ്ടാലോ? പി രാജീവ് പറഞ്ഞത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സെസ്സും ഫീസും എന്നത് തൽക്കാലം നിർദ്ദേശങ്ങൾ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നവകേരളത്തിനുള്ള പൊതു വഴികൾ എന്ന വികസന രേഖ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. എന്താണ് രേഖയിൽ? വലിയ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? കഴിഞ്ഞ സമ്മേളനം നവകേരള രേഖ അംഗീകരിക്കുകയുണ്ടായി. അത് പിന്നീട് ചർച്ച ചെയ്ത് LDFന്റെ കൂടി അംഗീകാരമുള്ള രേഖയായി മാറുകയുണ്ടായി. അപ്പോൾ ആ രേഖ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോയി, ഏത് ദിശയിലേക്കാണ് പോയത്, ഇനി അതിന്റെ തുടർച്ചയ്ക്കും പുതിയ കാലത്തിനനുസരിച്ച് എന്തെല്ലാം പുതുക്കലുകൾ, മാറ്റങ്ങൾ വേണ്ടിവരും, ഇതെല്ലാമാണ് ചർച്ച ചെയ്യുക. അത് സമ്മേളനമാകെ ചർച്ച ചെയ്ത് രേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു പൊതു പാർട്ടി കാഴ്ചപ്പാടായി വരികയുള്ളൂ. ആ ഘട്ടത്തിൽ മാത്രമാണ് പൊതുവായ കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുക. ഈ എറണാകുളം സമ്മേളനത്തിലെ രേഖയിലാണ് സ്വകാര്യ സർവകലാശാല അടക്കമുള്ള കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ അതൊരു യാഥാർത്ഥ്യം മാറുകയും ചെയ്യുന്നു. അത്തരം എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഇതിലുണ്ടാകുമോ? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ കണ്ടത് അതിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്, അതാണ് പൊതുവെ രേഖ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഉള്ളതിന്റെ ഒരു ഗുണപരമായിട്ടുള്ള തുടർച്ചയായിട്ടും ഈ രേഖയും കാണാൻ കഴിയും. ഈ കിഫ്ബി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ യൂസർ ഫീഡ്ബാക്ക് നിർദ്ദേശങ്ങൾ നേരത്തെയുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഈ സെസ് അടക്കം പിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ രേഖയിലുണ്ട്. അതെങ്ങനെയാണ്? അത് രേഖ ഇപ്പൊ അംഗീകരിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ തീരുമാനങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയുള്ളൂ. കിഫ്ബി പദ്ധതിയിൽ നേരത്തെ തന്നെ ഗവൺമെന്റ് കണ്ടിട്ടുണ്ട്. നമുക്ക് വായ്പാ പരിധിയിൽ അത് ഉൾപ്പെടുത്തുന്നതിന് NHA ഒക്കെ എടുക്കുന്ന വായ്പയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കിഫ്ബിക്ക് എടുക്കുന്ന വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് അവർ പറയുന്ന ഒരു ന്യായം റവന്യൂ വരുമാനമില്ല എന്നുള്ളതാണ്. തിരിച്ചു വരുമാനം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതിന് എങ്ങനെ സാധ്യമാകും?